ഹായ് ഫ്രണ്ട്സ്, ഷൈനിക സ്റ്റാർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളോട് ഒരാൾ സോറി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതാരാണ്, എന്തുകൊണ്ട്? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്യട്ടെ. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. സോറി അപ്പോൾ ആരാണ് നിങ്ങളോട് സോറി ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 4 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തി, നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം, ആ വ്യക്തി ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും ദുഃഖവും സങ്കടവും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, അതും അല്ലെങ്കിൽ പെരുമാറിയിട്ടുണ്ടാവാം. ഇതിപ്പോൾ സ്ത്രീയോ ആവാം, അല്ലെങ്കിൽ പുരുഷനോ ആകാം. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻസിനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിൽ ഉള്ള വ്യക്തി തന്നെയായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് റിലേഷനിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ആ വ്യക്തി സോറി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. 4 ഓഫ് കപ്സ്. ഓക്കേ, 2 കാർഡ് കൂടെ എടുക്കട്ടെ. 9 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. ഓക്കേ, ഫൈൻ. അവർ നിങ്ങളോട് ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി തന്നെ നിങ്ങളെ കുറിച്ച് അവർ തെറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളോട് എപ്പോഴും സ്നേഹമായിട്ടും വിശ്വാസമായിട്ടും ഇരിക്കും എന്ന് നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ വ്യക്തി നിങ്ങളെ ബാക്കിൽ നിന്ന്, നിങ്ങളെ കാണാതെ നിങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ, നിങ്ങളെ ശരിയില്ല, നിങ്ങളെക്കാളും ആ വ്യക്തിയാണ് ബെറ്ററായിട്ടുള്ള വ്യക്തി എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ എല്ലാ തെറ്റുകളും നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ തലയിൽ വച്ചിട്ട് നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും, അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളോട് തന്നെ അങ്ങനെ പറയുകയും അവർ അത് വിശ്വസിച്ച് ആ വ്യക്തികൾ നിങ്ങളോട് തന്നെ അങ്ങനെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാവാം, ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അങ്ങനെയൊക്കെ പറഞ്ഞത് മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം, മറ്റു പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ഈ വ്യക്തി ആരോടാണോ പറഞ്ഞത് ആ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം പല സമയത്തും നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മൾ തെറ്റുകാരായി മുദ്ര കുത്തപ്പെടുന്നു. നമ്മൾ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായി സ്ഥാപിക്കപ്പെട്ട് എല്ലാവരും നമ്മളോട് അങ്ങനത്തെ റിയാക്ഷൻ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അത് ഈ വ്യക്തി മുഖേനയാണ് നടന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങിയിട്ടുണ്ടാകും. കാരണം നമ്മളോട് തെറ്റ് ചെയ്താലും നമ്മളെ സങ്കടപ്പെടുത്തിയാലും ഒക്കെ നമ്മളത് ക്ഷമിക്കും. വീണ്ടും അവരെ നമുക്ക് വിടാനും കഴിയില്ല. അത് നമ്മളത്രയും സ്നേഹിച്ചു ആത്മാർത്ഥമായി. അതുകൊണ്ട് തന്നെ അവരെ നമ്മളങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കവരെ വെറുക്കാൻ കഴിയാതെ, അവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ ഒരാൾ, അത്രയും വിശ്വസിച്ച ഒരു വ്യക്തി നമുക്ക് ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നമുക്കവരെ വിടാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വിടും അവരെ. നമ്മളവരെ കുറേശ്ശെയായിട്ട് അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. അപ്പോൾ അതവർക്ക് മനസ്സിലായി കഴിഞ്ഞു, അവരെക്കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി പോകും എന്നവരൊരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി പോകാനും ആ വ്യക്തിയെ കട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവർക്കിവിടെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ അവർക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല, ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നിലും സന്തോഷം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു അകൽച്ചയും ഒരു ഡിറ്റാച്ച്മെൻറ്റും വരും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കട്ടാക്കും. കുറച്ചുപേരൊക്കെ കട്ടാക്കിയിട്ടുണ്ടാവും. അവർക്കിപ്പോൾ അതൊരു വല്ലാത്ത ഒരു
തിരിച്ചടിയായി മാറുകയും അതുകൊണ്ട് തന്നെ അവർ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ചേസ് ചെയ്യുന്നത് ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിർത്തിയെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടാവാം. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കട്ടായി പോകാൻ പറ്റില്ല. നമ്മൾ എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും അവരുടെ ഓർമ്മകളും ചിന്തകളും വന്ന് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എത്രയൊക്കെ. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനും സെൽഫ് ലവ് ചെയ്യുന്നതായി ഭാവിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടാവും. അവരിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ അങ്ങനെ ആയിട്ടുണ്ടാവും, ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെയും കാണുന്നത് നോക്കിക്കോളൂ. 4 ഓഫ് കപ്സും പറയുന്നത് മുമ്പിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് പറ്റാതെ ഇരിക്കുന്ന ഒരു ലേഡി. സെയിം ഇതിപ്പോൾ ലേഡി ആവാം പുരുഷനാവാം മാറി മാറി എടുക്കുക. ഇവിടെ 5 ഓഫ് കപ്സ്, മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല. ആ സ്നേഹം, കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കാർഡാണ്. സോ ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നവർ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല. നിങ്ങളിൽ നിന്ന് ഒരിക്കലും അവരിത് പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങനത്തെ ഒരു ലേഡി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം. കാരണം നിങ്ങളെല്ലാവരെയും വിശ്വസിക്കുന്ന, നിങ്ങളെപ്പോലെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന, എന്നെ പോലെയാണ് അവരും എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ആൾറെഡി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടന്നാൽ പോലും അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് സ്നേഹം കാണിച്ചാൽ ഉടനെ നിങ്ങൾ വിശ്വസിക്കുകയും വീണ്ടും അവരുടെ പുറകെ പോവുകയും വീണ്ടും സെയിം ഇങ്ങനത്തെ പാറ്റേൺ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് ഫൈനലി നിങ്ങളിങ്ങനെ ഒരു അകലം പാലിക്കുകയും ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോടൊപ്പം തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. നോക്കാം നമുക്ക്. കാരണം ഇവിടെ ബോട്ടത്തിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇത് അവർ നിങ്ങളോടൊപ്പം ഒന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ലൈഫ് ലോങ് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കുറച്ച് പേർക്കൊക്കെ ഇത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായിരിക്കും. കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയും കുറച്ച് പേര് അങ്ങനെ ആഗ്രഹിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിൽ കുറച്ച് പേരെന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇമേജ് കോൺഷ്യസ് ആണ്. അതായത് ലോകത്തിന് മുമ്പിൽ കുറച്ച് റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ കട്ടായി പോയാൽ അവരുടെ ഇമേജ് ചിലപ്പോൾ നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്ന കുറേ വ്യക്തികളുണ്ടാവും. അങ്ങനെ അതൊരു റീസണാണ് ഇവർക്ക്. ഇപ്പോൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തിരിഞ്ഞു നിന്ന് പറയില്ല എന്നിട്ട് നിങ്ങളുടെ മുമ്പിലൊന്നും അഭിനയിക്കില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ഇവർ ഇമേജ് കോൺഷ്യസും സമൂഹത്തെ നോക്കുന്നത് കൊണ്ടും നിങ്ങൾ പോയാൽ അവരുടെ തലയിൽ കുറ്റം വരുമോ, അവരെ തെറ്റായിട്ട് മറ്റുള്ളവർ കരുതുമോ എന്ന് ചിന്തിച്ചും കുറച്ച് പേര് നിങ്ങളോടൊരു സോറി പറഞ്ഞിട്ടാണെങ്കിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേര് അവരുടെ തെറ്റും മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നമുക്ക് കാർഡ് എടുത്ത് നോക്കാം. അവരുടെ യഥാർത്ഥ വ്യക്തിത്വവും അവരുടെ മനസ്സും എന്താണെന്ന് നോക്കാം. ഡെത്ത് ആൻഡ് റീബർത്ത്. ഓക്കേ, ദ ഡെവിൾ. വാ. ഓക്കേ, ഒരു കാർഡ് കൂടെ എടുക്കാം. ക്യൂൻ ഓഫ് വാൻഡ്സ് അതിൻ്റെ ബോട്ടത്തിൽ നൈറ്റ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അവർക്ക് കുറച്ച് പേർക്ക് എന്തായാലും ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. അവരുടെ ആ ക്യാരക്ടർ അവരുടെ തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം 2 ദിവസം നടന്നതായിരിക്കില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കട്ടാകുന്നതല്ല. പല കാര്യങ്ങളും നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ഗോ ത്രൂ ചെയ്താണ് ഒരു സമയം നമ്മളൊരു കടുത്ത തീരുമാനം എടുക്കും, ഇവർ വേണ്ട എന്ന്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി ഇപ്പോൾ അവർക്കൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്, താൻ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മാറ്റം വരുത്തണം, ആ ക്യാരക്ടറിനെ മാറ്റണം. അതിനൊരു എൻഡിങ് വന്നിട്ട് നിങ്ങളോടൊപ്പം ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ദ ഡെവിളും വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയൊക്കെ പറയുന്നു, നിങ്ങളെ തെറ്റായിട്ട് സ്ഥാപിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ ഇവർ തന്നെ നിങ്ങളെക്കാലം എപ്പോഴും ഒരു പടി മുമ്പ് നിൽക്കണം, എന്നെ തന്നെ എല്ലാവരും വാല്യൂ ചെയ്യണം, ഞാൻ തന്നെയാണ് സംഭവം എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് പേര് പറയുന്നവരും ഉണ്ട്. സോ അത് അങ്ങനെ പറഞ്ഞാൽ പോലും അവർക്ക് നിങ്ങളൊരു അഡിഷനാണ് എന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ വിടാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്കൊരു അഡിഷനാണ്. നിങ്ങളുടെ ഫിസിക്കൽ അട്രാക്ഷനും അവർക്കുണ്ട്. ഫിസിക്കലി അവർക്ക് നിങ്ങളെ വേണം. അറ്റ് ദ സെയിം ടൈം അവർ തന്നെ
നമ്പർ 1 ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളെപ്പോഴും ഒരു തട്ട് താണിരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങനെ പറയുന്നവരും ഉണ്ട്. മാത്രമല്ല ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം കുറച്ച് ബോൾഡ് ആവാനും സ്ട്രോങ് ആവാനും നിങ്ങളൊരു ഗീവിങ് നേച്ചർ ആയിരുന്നു എല്ലാ കാര്യത്തിലും. കാരണം എപ്പോഴും നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് തരുന്നോ ഇല്ലയോ, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് വേദനിപ്പിക്കുന്ന വാക്കുകളും അങ്ങനത്തെ പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എപ്പോഴും ഇല്ല ഇതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ തന്നെ കുറേ ന്യായീകരണങ്ങൾ നിരത്തി വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവരെ നിങ്ങളെന്നും വിശ്വസിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. ഫൈനലി നിങ്ങൾ കൊടുക്കുന്നത് നിർത്തി. ഇപ്പോൾ നിങ്ങൾ ബോൾഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹിച്ച ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരാൻ തുടങ്ങി. അതും ഒരു കാരണമാണ്. ഈ വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വരാൻ ഇതൊരു വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ഒരു സോറി ചോദിച്ചിട്ടാണെങ്കിലും നിങ്ങളോടൊപ്പം ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകാൻ തുടങ്ങി. നിങ്ങൾ ഇതുവരെ ഇരുന്ന അഡിഷൻസൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടും അവർ ഇനി നിങ്ങൾ പഴയതുപോലെ നിൽക്കില്ല എന്ന ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് അവർ നിങ്ങളോട് സോറി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇനി ഈ സോറി ഉടനെ തന്നെ നടക്കുമോ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഉടനെ തന്നെ, അതായത് ഒരു 3 monthsനുള്ളിൽ, ഒരു 1 week to 3 monthsനുള്ളിൽ കുറച്ച് പേർക്ക് ഉടനെ തന്നെ ഇത് നടക്കും. കുറച്ച് പേർക്ക് 3 months, എന്തായാലും ഒരു 3 monthsനുള്ളിൽ നിങ്ങൾക്ക് നടക്കും എന്നാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളോട് വന്ന് ഒരു സോറി ചോദിക്കും. ആ വ്യക്തിയിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ വരും എന്നാണ് കാണുന്നത്. പിന്നെ ആ വ്യക്തി സോറി ചോദിക്കുന്നോ ഓക്കെ, ബട്ട് അവരെ നിങ്ങളെ സ്വീകരിക്കണോ വേണ്ടയോ, വീണ്ടും നിങ്ങളുടെ ലൈഫിൽ അവരെ വെക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ വളരെ ആലോചിച്ച് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.